ഇ-പോസ് മെഷീനുകളുടെ സർവീസ് ഫീ സർക്കാർ കുടിശ്ശികയാക്കിയിട്ട് 9 മാസം പിന്നിടുന്നു. കുടിശ്ശികയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ളത് 6.26 കോടി രൂപയാണ്. കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ ജനുവരി 31 ശേഷം സേവനം അവസാനിപ്പിക്കുമെന്ന് കരാർ കമ്പനി പറയുന്നു. ജനം എക്സ്ക്ലൂസീവ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു തുക കുടിശ്ശികയായി കിടക്കുമ്പോഴാണ് കരാർ കമ്പനി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജനുവരി 31 ഈ ഒരു കരാർ അല്ലെങ്കിൽ കുടിശ്ശിക കൊടുത്ത് തീർത്തില്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം മറ്റ് ചില വിഷയങ്ങൾ കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 27 മുതൽ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇ-പേസ് മെഷീനുമായി ബന്ധപ്പെട്ട കരാറിൽ വലിയ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഇട്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ 9 മാസത്തെ കുടിശ്ശിക ഇതുവരെയും സർക്കാർ നൽകിയിട്ടില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ളത് പോലും 6,26,00,000 രൂപയാണ്. ഈ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ നൽകാതെ ഇങ്ങനെ കാര്യങ്ങൾ ഇഴച്ചുകൊണ്ടു പോകുന്നത്. കാരണം 27-ാം തീയതി റേഷൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് വിതരണക്കാർ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വാതിൽപ്പടി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് റേഷൻ വ്യാപാരികളുടെ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇ-പേസിൽ കൂടി ഇത്തരം വിഷയങ്ങൾ സംജാതമാകുന്നത്. ഇ-പേസ് മിഷൻ കൂടി സംസ്ഥാനത്താകെ തകരാറിലായാൽ അത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യും. റേഷൻ വിതരണം അവതാളത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ കരാർ കമ്പനി നിലവിൽ സർക്കാരിന് അവസാന വാണിംഗ് എന്ന തരത്തിൽ അല്ലെങ്കിൽ അവസാന ഘട്ട നിലപാട് എന്ന തരത്തിൽ സർക്കാരിന്റെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. 9 മാസത്തെ കുടിശ്ശികയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായ തുക 6,26,00,000 രൂപ ഉടനെ നൽകിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ജനുവരി 31 ശേഷം അത് നൽകാത്ത സാഹചര്യം ഉണ്ടായാൽ ജനുവരി 31 ശേഷം അവരുടെ സേവനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. 2017 കമ്പനിയുമായി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആദ്യ കരാറിൽ ഒപ്പിടുന്നത്. പിന്നീട് ഇത് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇ-പോസ് മെഷീനുകളുടെ സർവീസ് ഫീ നൽകാത്തതിലാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനി സർക്കാരിനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കുടിശ്ശിക തുക അടച്ചില്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ കരാർ മതിയാക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.